ഓൺ ദ സ്പോട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോബി സഞ്ജയ് കൂട്ടുകെട്ട് നമുക്കെന്നും മലയാളികൾക്ക് സുപരിചിതമായ ഒരു 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ്. അവരെന്നും ഹിറ്റുകളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഡയറക്ടേഴ്സിൽ ഒരു പുലി എന്നൊക്കെ പറയാവുന്ന VKP സാർ കൂടെ ചേർന്നാൽ എങ്ങനെയിരിക്കും എന്ന് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോവുകയാണ് നിർണായകം എന്ന മൂവി. നിർണായകം മൂവിയുടെ വിശേഷങ്ങളാണ് ഓൺ ദ സ്പോട്ടിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. നമ്മോട് കൂടെ നിർണായകത്തിൻ്റെ ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്ക് അവരുമായിട്ട് ഒന്ന് ചാറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന 2 പ്രമുഖ വ്യക്തികളെയാണ്, ആസിഫ് ആൻഡ് VKP സാർ. ഹായ് ആസിഫ്. ഹായ്, ഞാൻ ആസിഫ് അലി. രണ്ടുപേരെ ഞങ്ങൾക്ക് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം, പിന്നെ എടുത്തെടുത്ത് പറയണ്ട. പിന്നെ ഞാൻ ഒരു ഇന്ത്യ മുഴുവൻ അറിയാം, ബാക്കി എല്ലാ ഭാഷയിലും മറാഠി, തെലുങ്ക്, കന്നഡ, ഹിന്ദി. ഇനി സാർ ഇംഗ്ലീഷിലും കൂടെ ട്രൈ ചെയ്യണം. ആ അപ്പം തീരുമാനമായല്ലോ, ഗ്ലോബൽ ഡയറക്ടറാണ്. അപ്പോൾ ആസിഫെ, ആദ്യം തന്നെ നമുക്ക് ആസിഫിന് തുടങ്ങാം അല്ലേ സാറേ? ആസിഫെ, ഇതുവരെ ചെയ്ത ഒരു ക്യാരക്ടറിൽ നിന്ന് നിർണായകത്തെ ക്യാരക്ടർ ഒരുപാട് ഞാൻ കേട്ടു. ഇതുപോലൊരു ക്യാരക്ടർ ആസിഫ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ കേട്ടത് സത്യമാണോ? ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തതയുണ്ട് നിർണായകത്തിലെ ഒരു ക്യാരക്ടറിന്. 100% സത്യമാണ്. കാര്യം ആദ്യമായിട്ടായിരിക്കും ഞാൻ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ ചെയ്ത്. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ആസിഫ് അലി എന്നുള്ളൊരു എനർജിയും എൻ്റെ കുറേ മാനറിസംസും സ്വാഭാവികമായിട്ട് എൻ്റെ സിനിമകളിൽ ഉണ്ടാവും. പക്ഷെ ഇത് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് വരാതിരിക്കാൻ. ഒരു ലിമിറ്റ് വരെ വന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസവും. അപ്പോൾ അതിൻ്റെ 100% ക്രെഡിറ്റ് VKP സാറിനാണ്. കാര്യം ഞാൻ എത്ര ശ്രമിച്ചാലും എൻ്റെ കാര്യങ്ങൾ എനിക്ക് റെസ്ട്രിക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ കൃത്യമായ ഒരു ക്യാരക്ടറും ആ ക്യാരക്ടറിൻ്റെ ഗ്രാഫും ആ ക്യാരക്ടറിൻ്റെ ഗ്രോത്തും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഓരോ പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഐറ്റം ഇടുമ്പോൾ വേണ്ട എന്ന് പറയുന്ന ഒരു അത്രയും ഫ്രീഡം ഞങ്ങളുടെ ഇടയിലുണ്ട്. ഈ ഫുൾ സിനിമയിൽ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈവൻ ഇതിൻ്റെ സ്ക്രിപ്റ്റിലാണെങ്കിൽ പോലും ആ ക്യാരക്ടർ എന്താണ്, അല്ലെ ആ ക്യാരക്ടർ അങ്ങനെ ആകാനുള്ള കാരണം എന്താണെന്നുള്ളതിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാടൊന്നും ബുദ്ധിമുട്ടേണ്ട വന്നിട്ടില്ല. അത് ഒരുപക്ഷെ ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകതയും VKP സാർ എന്ന് പറഞ്ഞാൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറിന്റെ ഒരു ക്വാളിറ്റിയുമാണ്. VKP സാർ, നിർണായകം സോഷ്യൽ ഇഷ്യൂസ് ആണ് പറയുന്നതെന്നാണ് ഇതുവരെ കേട്ടത്. എങ്ങനെയുള്ള സോഷ്യൽ ഇഷ്യൂസ് ആണ്? കാരണം അല്ലെങ്കിൽ ഇതൊരു മെസ്സേജ് ആണ് പബ്ലിക്കിന്. അല്ല, അതെന്താ സംഭവം, ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ വളരെയധികം റിലേറ്റ് ചെയ്യുന്ന, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള, എന്തെങ്കിലും ഒരിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, ഒരു ഇഷ്യൂ ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഒരു മെസ്സേജ് കൊടുക്കുന്നതാണ് ഒരു സിനിമ എന്ന് വിശ്വസിക്കുന്നത്. എല്ലാ സിനിമയ്ക്കും ഒരു മെസ്സേജ് ഉണ്ടാവണമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഇതിലൊരു മെസ്സേജിലുപരി ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സൊല്യൂഷൻ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഇതിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ വിശ്വാസമാണ് ആ സൊല്യൂഷൻ. ആ വിശ്വാസം കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുകയാണെങ്കിൽ, അത് വിശ്വാസം ഇതാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാവാം. അതായത് മൗനത്തിൻ്റെ ഭാഷയിലോ, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഭാഷയിലോ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഷയിലോ പ്രതികരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ ആസിഫെ, ചില സിനിമ കഴിയുമ്പോൾ മെസ്സേജ് വരാറുണ്ട്. ശരിയാണ്. മെസ്സേജ് എന്താണെന്ന് എന്നോട് ചോദിക്കരുത്, അത് പറയാൻ ഞങ്ങൾക്ക് ഉദ്ദേശിച്ചത്. ആസിഫ് നല്ല സുന്ദരമായി മുടിയൊക്കെയുള്ള വ്യക്തിയായിരുന്നു ആസിഫ്. എന്താ ആസിഫ് ഈ 2 വശമൊക്കെ ഇങ്ങനെ? ഇതിലെ എൻ്റെ ക്യാരക്ടർ അജയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അജയ് ചെറുപ്പം മുതൽ പട്ടാളക്കാരനാകണം, എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഉണ്ടാകുന്ന ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള സംഭവങ്ങൾ കാരണം അവിടെ വെച്ച് ഉറച്ച തീരുമാനം എടുക്കുന്നു, ഞാൻ പട്ടാളത്തിൽ ചേരും, ഞാനൊരു പട്ടാളക്കാരനാകും. അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടിന്യൂവേഷൻ എന്ന ഇതിൽ ഞാൻ NDAയിൽ പോയിട്ട് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മുടിയൊക്കെ വെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും NDAയുടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ അതേ ലൈഫ് സ്റ്റൈലും, അല്ലെങ്കിൽ അവിടെ NDA എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തത് എൻ്റെ മുടി വെട്ടിക്കൊണ്ടാണ്. അത് കഴിഞ്ഞ് കുറേ നാൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് നടന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നറിയോ,
ഞാനത് കേട്ടു. ആസിഫ് ഒരുപാട് കഷ്ടപ്പെടുന്നു. കാരണം ഒരു 3 ദിവസം കൊണ്ട് എനിക്ക് എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ ഷൂട്ട്? നമുക്കൊരു 5-6 ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൽ NDAയിൽ നമ്മൾ ഷൂട്ട് ചെയ്തത് കാരണം നമുക്ക് പെർമിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മളൊരു എനിക്ക് തോന്നുന്നൊരു Jan-Feb-ലൊക്കെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് NDA പെർമിഷന് വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 9 മാസത്തോളം കാത്തിരുന്നു. അതൊരു ഭീകര ഗ്യാപ്പായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അത് പക്ഷെ നമുക്കത് അത് ശരിക്കും നമ്മള് ശരിക്കും കാര്യം അവിടെ മേജർ സാബ് എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ എല്ലാ NDA എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടി. സാർ പട്ടാളക്കാർ ചെയ്യുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിഞ്ഞു കയറ്റം അങ്ങനെയുള്ള അതൊക്കെ ചെയ്യിച്ചല്ലേ? അതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ആക്ച്വലായിട്ട് ചെയ്യണം. മാത്രമല്ല ഈ ജംപ് ഫ്രം ഒരു 10 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചാടിയത് വിതൗട്ട് ഹെൽപ്പ്. ബിക്കോസ് അവിടെ ഒരുപാട് ട്രയലൊക്കെ കഴിഞ്ഞ ശേഷമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് he just did it. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്നാൽ നമുക്ക് ഇത്രയും ദിവസമാണ് അവർ പെർമിഷൻ തന്നിട്ടുള്ളൂ. അവിടെ പോയിട്ട് ഞാൻ ഇതിന്റെ മേളിൽ കയറി ആലോചിച്ച് നിൽക്കുക, ഇത് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിക്കുക, നമ്മളൊരു ഡ്യൂപ്പിനോ അതിനൊന്നും സമയമില്ല. കാര്യം ഈ സിനിമ ഞങ്ങളുടെ സിനിമയാണ് ഇതുവരെ. ഇനി ഇത് നമ്മുടെ സിനിമ ആകണം. അപ്പൊ അങ്ങനെ ആവണമെങ്കിൽ ഇതിന്റെ അകത്ത് എല്ലാ രീതിയിലും നമ്മുടെ 100% സിനിമയ്ക്ക് കൊടുക്കണം. അപ്പൊ അത് സാറിന്റെ അടുത്ത് പറഞ്ഞു അത് ഒറ്റ ഷോട്ടിൽ കിട്ടിയാൽ നന്നായിരിക്കും, പക്ഷെ നീ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല, കാരണം അത്ര റിസ്ക് ചെയ്യണത്. പക്ഷെ അത് ചെയ്തു വന്നപ്പോ നമ്മുടെ ഒരു ഈ പ്രായത്തിലല്ലേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അത് ചെയ്തു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു ഇത്ര ഭീകരമായ പരിപാടിയായിരുന്നു. ബോബി സഞ്ജയിന്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെ അവരുടെ സ്ക്രിപ്റ്റ് എല്ലാം ഹിറ്റുകൾ സമ്മാനിച്ചതാണ്. അതുപോലെ തന്നെ നിർണായകവും ഒരു ഹിറ്റ് മൂവി ആയിരിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പം ബോബി സഞ്ജയ്, VK പ്രകാശ് സാറിൻ്റെ ഈ ഒരു കൂട്ടുകെട്ട്, കാരണം എല്ലാ ഭാഷകളിലും മൂവി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് VK പ്രകാശ് സാറ്. മലയാളത്തിന് ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചൊരു വ്യക്തി. ഇവർ രണ്ടുപേരും ഒരു കൂട്ടുകെട്ടിനെ ആസിഫ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്നെ പോലെ ഒരാൾക്ക് കിട്ടാവുന്ന ഒരു ഡ്രീം ടീമാണ് ഈ സിനിമ. കാര്യം 100% നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയൊരു സംവിധായകരും അത് എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് കൃത്യമായ ഒരു തിരക്കഥ ചെയ്യാൻ പറ്റിയ 2 റൈറ്റേഴ്സ്. അപ്പൊ അതിൽ പിന്നെ നമ്മൾ വേറെ ഒന്നും അതിന് കൂടുതൽ ആലോചിക്കേണ്ട. കാര്യം ഇപ്പൊ എന്റെ പേരില്ലെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് കൃത്യമായ ഒരു മാർക്കറ്റ് ഉണ്ട്. എനിക്കൊരു ഭീകര മാർക്കറ്റ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കാര്യം ബോബി സഞ്ജയ് എന്ന് പറയുമ്പോഴും VK പ്രകാശ് എന്ന് പറയുമ്പോഴും മലയാളികൾക്ക് മലയാള സിനിമയിലും കൃത്യമായ ഒരു മാർക്കറ്റ് ഉണ്ട്, ഒരു മാർക്കറ്റ് സ്പേസ് ഉണ്ട്. അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമ ആയതുകൊണ്ട്, ഇതൊരു സോഷ്യൽ ഒരു കോസ് അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ഇതിന് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്ത്, കാര്യം ഇതിന്റെ നമുക്കിതൊരു മാസ് അല്ലെങ്കിൽ ഒരു കളർഫുൾ സിനിമ എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ഇതിന് അത്രയും ഭീകര പ്രൊമോഷൻസ് ചെയ്ത് റിലീസ് ചെയ്യാൻ പറ്റില്ല. ഈ സിനിമ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് അത്രയും ഉറപ്പുണ്ട് ഈ സിനിമ ആദ്യത്തെ ദിവസം തീർച്ചയായിട്ടും ഒരു സത്യസന്ധമായ ഒരു പടമാണ്. നേരത്തെ സാർ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ജീവിതത്തിന് എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ അത് ശരിക്കും റിലീസ് ചെയ്ത ഫസ്റ്റ് ഡേ ഒരു മൗത്ത് പബ്ലിസിറ്റി ഹൈപ്പിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. VK സാറിന്റെ എല്ലാ പടങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു പടം കഴിഞ്ഞ് അടുത്ത പടം നമുക്ക് ആ ഒരു പാറ്റേണേ ആയിരിക്കില്ല, മറ്റൊരു പാറ്റേൺ ആയിരിക്കും സാറിന്റെ പടം വരിക. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലൊക്കെ അപ്പുറത്തായിരിക്കും പടം വരിക. ഇത് എന്തായിരുന്നു ഈ ഒരു സ്ക്രിപ്റ്റ് സാറിന്റെ കൈ കിട്ടിയപ്പം സാറിന് അതിനകത്ത് എന്താണ് ഒരു സ്ട്രൈക്കബിൾ ആയിട്ടുള്ള ഇതിന്റെ ഒരു സംഭവം വെച്ചാലേ, കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ഷോണർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം അതൊരു എക്സ്പീരിയൻസിംഗ് ആണ്. ഒരു ഡിഫറെന്റ് ഷോണർ നമ്മൾ പടം ചെയ്യുമ്പോൾ ഓരോ സിനിമ നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പോയിന്റ് എന്ന് പറയുന്നത് ബോബിയും സഞ്ജുവിൻ്റെയും കഥകൾ മുഴുവൻ ജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്ന സിനിമകളാണ്, ജീവിതമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന സിനിമകളാണ്. മാത്രമല്ല അവരെപ്പോഴും പറയാറുണ്ട് അവർ കണ്ടറിഞ്ഞ കാര്യങ്ങളോ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളോ അതൊന്നാണ് അവർ സിനിമ ഉണ്ടാക്കുന്നത്, അല്ലാതെ ഒരു കഥ സിനിമയ്ക്ക് വേണ്ടി മെനഞ്ഞെടുക്കുന്ന ഒരു ആൾക്കാരല്ല അവർ. അപ്പോൾ ഈ സിനിമയിൽ തന്നെ അവരുടെ ഒരു നെയ്ബർ ഉണ്ട്, ആ നെയ്ബറിൻ്റെ ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അത് വെച്ച് പിന്നെ അവർ അനുഭവിച്ചിട്ടുള്ള ചില ഇഷ്യൂസാണ്, അതാണ് അവർ സിനിമയാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ വെച്ചാൽ നത്തോലി പോലൊരു ഒരു വാക്കി പ്രാന്തൻ സിനിമ ചെയ്തിട്ടുണ്ട്, പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് 3 Kings ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പലതരത്തിൽ പുനരധിവാസം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ എനിക്ക് തോന്നിയത് വളരെ റിയലിസ്റ്റിക് ആയിട്ട്, റിലേറ്റബിൾ ആയിട്ട്, സത്യസന്ധമായിട്ട് പറയാവുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമയാണ്. കാരണം നമ്മൾ ഒരു വിഷ്വൽ ഗിമിക്സോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഗിമിക്സോ ഒന്നുമില്ലാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു പോകുന്ന, സത്യസന്ധമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. അവിടെയാണ് ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ സംഭവിച്ചൊരു സ്ക്രിപ്റ്റാണിത്. അതെ, അത്രയും പഴക്കമുണ്ട് സ്ക്രിപ്റ്റ്. ഐ മീൻ അത്രയും കാലം മുന്നേ ഡിസ്കസ് ചെയ്ത സ്ക്രിപ്റ്റാണ്. അതായത് അപ്പുവിന്റെ വീട് എന്നുള്ള സിനിമ കണ്ടതിന് ശേഷം ഞാൻ ബോബിനെ സഞ്ജിനെ തേടിപ്പോയിരുന്നു. കാരണം എനിക്കത് അത്രയും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമയായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ തേടിപ്പോയി. അവിടെ നിന്ന് ഞങ്ങൾ ഫ്രണ്ട്സായി, അവിടെ ഞങ്ങൾ ഒരുപാട് പ്രോജക്ട്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ആ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റാണ്. പക്ഷേ
വീണ്ടും ഈ സിനിമ അവരുടെ ഡേറ്റ്സ് അറിയാലോ, അവർ വളരെ ഒരുപാട് ഡയറക്ടേഴ്സ് അവരുടെ ക്യൂവിലുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സബ്ജക്ട് പറയണം തോന്നിയപ്പോൾ അവർ അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ ഒരു സബ്ജക്ട് ഇപ്പോഴാണ് റൈറ്റ് ടൈം എന്ന് തോന്നി. അപ്പൊ ഇമീഡിയറ്റ് ആയിട്ട് എന്നെ വിളിച്ചു. ഞങ്ങൾ അപ്പൊ തന്നെ ഇരുന്നു, അപ്പൊ തന്നെ ഇത് വർക്കൗട്ടായി. ആസിഫ് അന്നേരം ഇല്ലല്ലോ, അപ്പൊ ചെയ്യാൻ പറ്റൂല്ലോ. അതിൽ ആസിഫിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ പറയണത് ഇപ്പൊ ഞാൻ എപ്പോഴും നോക്കിയിട്ടുള്ള ഒരു ഫ്ലാംബോയിന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് ആസിഫ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കാരണം ഒരു യൂത്തിന്റെ പെർസ്പെക്റ്റീവിൽ ജീവിതം കാണുക. സോ അതിന്റെ സീരിയസ്നെസ് എന്ന് പറയുന്നത് അത്രയും ഇന്റൻസ് ആണ്. അതിലൊരു റൊമാൻസ് ആണെങ്കിൽ പോലും അതിലൊരു മെച്ചുവർഡ് റൊമാൻസ് ആണ്, അല്ലാതെ റണ്ണിങ് അറൌണ്ട് ദ ട്രീസ് അല്ല. ഒരു മെച്ചുവർഡ് റൊമാൻസ് ആണ്, മെച്ചുവർഡ് റിലേഷൻഷിപ്സ് ആണ്. അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഇൻറ്റൻസിറ്റി ഉണ്ട്. ആ ഒരു ഇൻറ്റൻസിറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇതൊരു അസഫിനെ എനിക്ക് പല ആക്ടേഴ്സിനും എനിക്ക് ഇൻട്രസ്റ്റ് ആണ്, സ്റ്റഡി ഓഫ് ആക്ടേഴ്സ്. അപ്പോൾ ഞാൻ അസഫിനെ സ്റ്റഡി ചെയ്ത് എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഒബീഡിയൻ്റ് അല്ല എന്നല്ല എൻ്റെ അർത്ഥം. ഒബീഡിയൻസ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിനോട് കാണിക്കുന്ന ഒരു ഒബീഡിയൻസ്, ചെയ്യുന്ന ക്യാരക്ടറിനോട് ചെയ്യുന്ന ഒരു ഒബീഡിയൻസ്. അതുപോലെ തന്നെ ആ സിനിമയോടുള്ള ആ ഒരു ഹൗ ഇറ്റ് ഫിറ്റ് ഇൻ ടു ദ ഗ്രാഫ്, അതിന്റെ ഒബീഡിയൻസ്. അല്ലാതെ അനുസരണം, ചൂരലെടുത്ത അനുസരണമല്ല ഞാൻ.